എബ്രായ ലേഖനം 12:1-2. ആകെ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും കുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പ് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്നതിന് യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്താൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. അതിനോട് ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചു ധ്യാനിച്ചോളൂ. അപ്പോഴാ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഓട്ടത്തിൽ സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ അങ്ങ് ചെല്ലണം. അപ്പൊ നമ്മള് ന്യൂ ഇയറിന് പല തീരുമാനങ്ങളും എടുത്തു. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഹല്ലേലൂയ പ്രമാണ സമുദ്രം ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാം. അവിടെ പറയുന്നത് ഓട്ടം സ്ഥിരതയോടെ ഓടണം. കുറെ ഓടിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യില്ല. കുറെ ഓടിയിട്ട് പുറകോട്ട് ഓടരുത്. ഹല്ലേലൂയ സ്തോത്രം. സൈഡിലോട്ട് ഓടരുത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എങ്ങോട്ട് നോക്കുന്ന അങ്ങോട്ടാ ഓടുന്നത്. ഹല്ലേലൂയ. അപ്പൊ അങ്ങ് ലക്ഷ്യത്തെ നോക്കണം. അതിനെ കർത്താവ് നിങ്ങൾ നോട്ടം ശരിയായാലും ഓട്ടം ശരിയാവും. ഹല്ലേലൂയ. നോട്ടം ശരിയാവും, ഓട്ടം ശരിയാവും. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ നോട്ടം എവിടെയാന്നുള്ളതാ. ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ് അല്ലെ സകല ഭാരം വിട്ടുകളയണം, മുറുകെ പറ്റുന്ന പാപം വിട്ടുകളയണം. ഇത് രണ്ടും നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഭാരവും മുറുകെ പറ്റുന്ന പാപവും നമ്മുടെ ഓട്ടത്തിന് കോട്ടം വരുത്തും. ഹല്ലേലൂയ. അപ്പൊ പിന്നെ പറയുന്ന ആരെയാ നോക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഭാരം വിട്ടുകളയണം. നമുക്ക് ഈ ഭാരം കൊണ്ട് ഓടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ തന്നെ വിഷയങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എല്ലാവരുടെയും കൂടെ തലയിൽ വെച്ചുകൊണ്ട് നടന്നാൽ എന്നിട്ട് ഈ ഭാരപ്പെടുക എന്നുള്ള പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല. അതെല്ലാം വെച്ച് പ്രാർത്ഥിക്കണം. പക്ഷെ പിന്നെ അതിന്റെ ഭാരം വേണ്ട. നല്ല ഭാരവും നിന്റെ ഭാരമല്ല യഹോവയുടെ മേലെ ഇട്ടുകൊള്ളുക. ഞാൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പാൻ അവന് ഒരു നാളും സമ്മതിക്കില്ല. അല്ലെങ്കിൽ സങ്കീർത്തനം 55:22. അപ്പൊ കർത്താവ് പറയുന്നത് സകല ഭാരവും പിന്നെ മുറുകെ പറ്റുന്ന പാപം അത് നമ്മൾ എപ്പോഴും ശോധന ചെയ്യണം. നമുക്കൊരു ബാക്ക് ഡോർ ഉണ്ടോന്ന്. അല്ലെങ്കിൽ ചിലർക്ക് ദ്രവ്യാഗ്രഹമായിരിക്കും, ചിലർക്ക് ജഡമോഹമായിരിക്കും, ചിലർക്ക് കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, നികളം, ഹല്ലേലൂയ സ്തോത്രം, വൈരാഗ്യം, പക, പിണക്കം, വിട്ടുകളയാത്ത വിഷയങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യരുടെ വിഷയങ്ങൾ നമ്മൾ പുറകോട്ട് ഓടുന്ന. അതായത് അവൻ ഇത് ചെയ്ത് ഇവിടെ എന്നോട് ഇത് ചെയ്തു. അല്ലെങ്കിൽ ഇത് വിട്ടുകളയണം. ഇത് വിട്ടുകളയത്തില്ലേ നമുക്ക് മുന്നോട്ട് ഓടാൻ പറ്റത്തില്ല. അവരമാന സമുദ്രം ആകിയാൽ മുറുകെ പറ്റും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ശിവാനെ സംബന്ധിച്ച് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥികരിക്കും മനുഷ്യരുടെ കാര്യങ്ങളായിരിക്കും അവിടെ അകത്തോട്ട് വരുന്നത്. അവരെത് ചെയ്ത് കഴിഞ്ഞ നാളുകളിൽ നടന്ന കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും അവരെ ഇടപെട്ടൊക്കെ ഇങ്ങനെ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഏകാഗ്രത നഷ്ടപ്പെടും. അപ്പൊ ഇതെല്ലാം വിട്ടുകളയണം. നമുക്ക് തന്നെ അറിയാം. ഓൾഡ് ഇമെയിലൊക്കെ ഡിലീറ്റ് ചെയ്യാതെ പഴയത് അല്ലെങ്കിൽ പുതിയത് നമുക്ക് കിട്ടത്തില്ല. പുതിയ ഇമെയിൽ വരത്തില്ല. അപ്പൊ പുതിയ മെസ്സേജ് ദൈവത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ പഴയത് എല്ലാം വിട്ടുകളയണം. പഴയതെല്ലാം എടുത്ത് കളയണം. ശിവാന സമുദ്ര ഹാലേലിയ. എങ്കിൽ മാത്രമേ പുതിയ ഇനി കിട്ടത്തുള്ളൂ. പുതിയ മെസ്സേജ്, പുതിയ ആശ്വാസം. ദൈവത്തിന്റെ കർത്താവിന്റെ ദയ എപ്പോഴും പുതിയതാണ്. ഹിസ് മെർസീസ് ആർ ന്യൂ എവറി ഡേ. അവന്റെ ദയ എന്നേക്കും എന്നും പുതിയതാണ്. ഇന്നൊരു പുതിയ ശക്തി, പുതിയ ഉന്മേഷം, പുതിയ എനർജി, പുതിയ സന്തോഷം, പുതിയ ആരോഗ്യം, പുതിയ ബലം, അല്ലെ പുതിയ പാട്ട്, പുതിയ അഭിഷേകം ഇതൊക്കെ കിട്ടണമെങ്കിൽ പഴയതെല്ലാം എടുത്ത് കളയണം. നമ്മുടെ ഹൃദയം മുഴുവൻ പഴയത് കൊണ്ട് നിറഞ്ഞിരിക്കും. എന്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്തു, എന്റെ ഭാര്യ ഇങ്ങനെ ചെയ്തു, എന്റെ പിള്ളേർ ഇങ്ങനെ ചെയ്തു, എന്റെ അല്ലെങ്കിൽ അമ്മായിമ്മ ഇങ്ങനെ ചെയ്തു, അമ്മായിപ്പൻ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ സ്വോത്രം എന്റെ കൂട്ടുകാർ, ജോലിക്കാര്, അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികൾ, പാസ്റ്റർമാർ ഇതൊക്കെ ഇങ്ങനെ ചെയ്തെന്നും പറഞ്ഞ് ഈ ദൈവങ്ങളെ വിട്ട് കളഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഈ പിശാചി അവിടെ കൂട് കെട്ടും. അല്ലെങ്കിൽ പിശാചി അവിടെ കൂട് കെട്ടും. പിന്നെ അല്ലെങ്കിൽ സ്വോത്രം പിന്നെ നമ്മൾ അത് ശരീരത്തിൽ വെളിപ്പെട്ട് വരും, രോഗമായിട്ട് വരും, പിന്നെ നിരാശയായിട്ട് വരും, പിന്നെ അവിശ്വാസമായിട്ട്, പിന്നെ നമ്മുടെ തന്നെ മനസ്സിന്റെ റമാന സന്തര അറിയായിട്ട് സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ആയിട്ട് വരും. അല്ലെങ്കിൽ ആ സ്വത്രം അപ്പൊ വിട്ട് കളഞ്ഞില്ലെങ്കിൽ, കാരണം പിശാചി അകത്തിരുന്ന പിശാചിന്റെ പ്രവൃത്തി ചെയ്യുന്നത്. അവന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ മോഷ്ടിപ്പാനോ അറുപ്പാനും മുടിപ്പാനോ അവൻ വരുന്നത്. അവനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നശിപ്പിച്ചിട്ടല്ല അവൻ പോകത്തില്ല. ഒരു വീട്ടിൽ കയറി ആ വീട് നശിപ്പിക്കും, കുടുംബത്തിൽ കയറി കുടുംബം നശിപ്പിക്കും. ഇതാണ് പിശാചിന്റെ പരിപാടി. അപ്പൊ നമ്മൾ ഈ പിശാചിന് ഇടം കൊടുക്കരുത്. അല്ലെങ്കിൽ അപ്പൊ സകല ഭാരം വിട്ട് കളയണം. സകല ഭാരം വിട്ട് കൊട്ട വിട്ടവരെ പോലെ കൊട്ട വിട്ടവരായി പോകണം. കർത്താവ് രമാനം ഇസ്രായേലിൽ നിന്ന് ജനത്തെ വിടുവിച്ചത് അവർ കൊട്ട വിട്ടൊഴിഞ്ഞു. നിങ്ങളുടെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. പക്ഷെ ഇന്നും നമ്മൾ ഈ കൊട്ടയെ കൊണ്ടിരിക്കുവാണോ? അല്ലെങ്കിൽ സ്വോത്രം ഒരുമാനം 10 വർഷം മുമ്പത്തെ 20 വർഷം മുമ്പിലുള്ള കാര്യങ്ങൾ, അരിമാന സമുദ്രം ജനിച്ചപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ കൊട്ട വില വെച്ചോണ്ടിരുന്ന ഒരിക്കലും അരമാന സമുദ്രം ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. അതുകൊണ്ട് സകല ഭാരം വിട്ട് കളയണം. അരമാന എന്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. ജീവാന കർത്താവ് നമ്മളെ അതിനാണ് മിസ്രൈമിൽ നിന്ന് വിടുവിച്ചത്. കർത്താവ് നമ്മളെ അതിനാണ് ഈ പാപ ജീവിതത്തിൽ നിന്ന് വിടുവിച്ചത്. അരമാന സമുദ്രം നമ്മുടെ കൈകൾ കൊട്ട വിട്ടൊഴിയണം. അല്ലെങ്കിൽ ആ സ്വോത്രം മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിച്ചത്. അല്ലെങ്കിൽ ആ സ്വോത്രം അത് ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ യജമാല 81 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം എന്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ നിയമക്കളെ അതിന്റെ 6ാം വാക്യം, ഞാൻ അവന്റെ തോളിന്ന് ചുവട് നീക്കി അവന്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. ഇന്ന് വീണ്ടും ഈ കൊട്ടയെ കൊണ്ട് ഇരിക്കരുതെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. നമുക്കൊരു ക്ലിയർ മൈൻഡ് വേണം നിയമക്കളെ. ഒരു ക്ലിയർ ഹൃദയം വേണം, ഒരു ക്ലിയർ മൈൻഡ്. നമുക്ക്
ചില വെള്ളത്തിനൊത്തോട്ട് നോക്കുമ്പോൾ സ്ഫടികം പോലെയുള്ള വെള്ളം, അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഹൃദയം വേണം, ട്രാൻസ്പെറന്റ് ആയിരിക്കണം. കർത്താവ് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒന്നും കാണരുത്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. അപ്പൊ ഈ മുറുകെ പറ്റുന്ന പാപം, ഈ പിശാചിന്റെ നമ്മൾ പിശാചിന് കൂട് വെച്ചു കൊടുത്താൽ പിശാച് അവിടെ കയറിയിരിക്കും. പിന്നെ നമ്മളെ ശാരീരികമായി, നമ്മളെ മാനസികമായി, ആത്മീയമായി എല്ലാ മണ്ഡലത്തിലും നമ്മളെ അധപ്പതിപ്പിക്കും. അതാ കർത്താവ് പറഞ്ഞ അവന് കൂട് വെക്കരുത്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. അപ്പോഴാ ഭാരം ഉണ്ടെങ്കിൽ നമുക്ക് ഓടാൻ പറ്റത്തില്ല, പാപം ഉണ്ടെങ്കിൽ നമുക്ക് ഓടാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ നോട്ടം ശരിയല്ലെങ്കിൽ നമുക്ക് ഓടാൻ പറ്റത്തില്ല. ചെന്നൈ പുറകോട്ട് നോക്കുക, അതാണ് പിൻപിലുള്ളത് മറക്കണം. ഫിലിപ്പിയ ലേഖനം 3:11 പറയുന്നു, പിൻപിലുള്ളത് മറന്നു, അല്ലെങ്കിൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, ഇനി ഒന്നും ചെയ്തില്ല, ഒരു കാര്യം ചെയ്യണം, അല്ലെ പിമ്പിലുള്ള മറക്കണം. പിമ്പിലുള്ള മറന്ന് മുമ്പിലുള്ളവനെ ചാഞ്ഞും കൊണ്ട് ക്രിസ്തുയേശു ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടണം. ഓട്ടക്കളത്തിൽ ഓടുന്നവരാരും അയ്യ എന്റെ കൊച്ചു കറിയുന്നേ, എന്റെ ഹരി വന്നില്ല, ഇന്നൊന്നും പുറകോട്ട് ഇതൊന്നും നോക്കത്തില്ല. അവർ ഒറ്റ ലക്ഷ്യമുള്ളവർക്ക് അവർക്ക് സമ്മാനം കിട്ടണം, അവർക്ക് ഫിനിഷിംഗ് പോയിന്റ് ചെല്ലണം. അല്ലെങ്കിൽ അസ്വത്രം അതിനവര് അറവാന ഭാരം മാറ്റി, അവരുടെ ശിവാന ലഗേജ് എല്ലാം മാറ്റി, ഒരു ബാഗ് ഒന്നും കൊണ്ടുവരത്തില്ല. അറവാന അവരുടെ ലൈറ്റ് ഡ്രസ് ആയിരിക്കും, അവർ മുന്നോട്ട് ലക്ഷ്യത്തിൽ നോക്കി ഓടും. അപ്പൊ ദൈവമക്കളെ, നമ്മൾ ഈ പുറകോട്ട് ആ ഓട്ടക്കളത്തിൽ അതിനവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവരെ കണ്ടുപഠിക്കണം. ഓട്ടക്കളത്തിൽ ഓടുന്നവരെ കണ്ടുപഠിക്കണം. കാരണം അവർ പുറകോട്ട് നോക്കത്തില്ല. അവരുടെ സന്തര ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിലുള്ള മറക്കണം. ഒന്ന് ഞാൻ ചെയ്യുന്ന പിമ്പിലുള്ള മറന്നു മുമ്പിലുള്ളതിനായിട്ട് ആയണം. മുമ്പിലുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് എന്താണ് മുമ്പിലുള്ളത്? നമ്മുടെ നിത്യജീവൻ, നമ്മുടെ കർത്താവ്, നമ്മുടെ സ്വർഗീയ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ പൗരത്വം, അല്ലെങ്കിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ദൈവത്തിന്റെ പൈതലേ, ഇവിടെ എത്ര നാൾ ജീവിക്കാന്ന് വെച്ചാലും പറ്റത്തില്ല. കാരണം സമയമാകുമ്പോൾ സ്വന്തം കർത്താവ് വരും, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് മരണം മുഖാന്തരം പോകും. അല്ലെങ്കിൽ അസ്വത്രം ഈ ജീവിതം, അല്ലെങ്കിൽ അസ്വത്രം ഇവിടെ നമ്മൾ എത്ര അമേരിക്കൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എന്ത് സിറ്റിസൺ ആണെന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞാലും, ഇതെല്ലാം വിട്ടു നമ്മളെ കർത്താവ് പറയും നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. അവർ കോൺവെർസേഷൻ ഈസ് ഇൻ ഹെവൻ, അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. അല്ലെങ്കിൽ അതുകൊണ്ട് ഒന്ന് ഞാൻ ചെയ്യുന്ന പിമ്പിലുള്ള മറക്കണം, മുമ്പിലുള്ളതിനായിട്ട് ആയണം. എന്നിട്ട് ക്രിസ്തുയേശു ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അല്ലെങ്കിൽ അപ്പം നമ്മളെ വിളിച്ചൊരു വിളിയുണ്ട്, നിത്യ ജീവാന സമുദ്ര ഹോളി കോളിംഗ്, വിശുദ്ധ വിളിയുണ്ട്, പരമവിളിയുണ്ട്. അല്ലെങ്കിൽ ആ സ്വന്തം. അപ്പൊ ഈ വിളിക്ക് വേണ്ടി നമ്മൾ ഓടണം. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. ഇവിടെ എത്ര നാളും പാർക്കാം ഒന്ന് ചിന്തിച്ചാലും പറ്റത്തില്ല. സമയമാകുമ്പോൾ നമ്മൾ പോയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ സ്വന്തം പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പൊ പുറകോട്ട് നോക്കരുത്, പിന്നെ സൈഡിലോട്ട് നോക്കരുത്. അല്ലെങ്കിൽ പലരും വീണ് പോയത് ഈ സൈഡിലോട്ട് നോക്കി, അവരുടെ വീട്, അവരുടെ കാറ്, അല്ലെങ്കിൽ അവരുടെ ജോലി, അല്ലെങ്കിൽ സ്വത്രം ആസാപ്പ് ഇങ്ങനെ സൈഡിലോട്ട് നോക്കി അവനെ വീഴാൻ തുടങ്ങി. അല്ലെങ്കിൽ അവന്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി. നമ്മൾ സൈഡിലോട്ട് നോക്കുമ്പോ ആ മനുഷ്യനെ നോക്കുകയാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതെല്ലാം നോക്കുകയാണ്. ലോത്ത് നോക്കി, നീരോട്ടുള്ളത് നോക്കി തെരഞ്ഞെടുത്തു. ലോത്ത് നോക്കി, എന്നാൽ അബ്രഹാം ദൈവത്തെ നോക്കി. അബ്രഹാം ദൈവത്തെ നോക്കിയപ്പോൾ ലോത്ത് നീരോട്ടുള്ളത് നോക്കി തെരഞ്ഞെടുത്തു. പക്ഷേ ഒരു കുഴപ്പം പറ്റി. അവൻ വീട് സോദോം വരെ സമുദ്രത്തിന്റെ കൂടാരം നീക്കി അടിച്ചു. അപ്പൊ നമ്മുടെ നോട്ടം ശരിയായില്ലെങ്കിൽ നമ്മുടെ ഓട്ടം ശരിയാകത്തില്ല. സമുദ്രം നീരോട്ടുള്ളത് തെരഞ്ഞെടുത്തു. അല്ലെങ്കിൽ ആ സ്വത്രം അവസാനം അവന് എന്റെ സോദോം അവിടെ ചെന്ന് അവിടുത്തെ സോദോം ജനങ്ങൾ വളരെ മഹാഭാവികളായിരുന്നെന്ന് വചനത്തിൽ കാണുന്നുണ്ട്. സോദോമിലെ അല്ലെങ്കിൽ മനുഷ്യ ജനസിസ് 13 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മഹാഭാവികളുമായിരുന്നു. ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു, നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്ക് ശാശ്വതമായി തരും. ദൈവം തരുന്ന മതി നമുക്ക്. റമാന സമുദ്രം ദൈവം തരുന്ന മതി ദൈവമക്കളെ. അല്ലെങ്കിൽ നമ്മളായിട്ട് തിരഞ്ഞെടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് കോട്ടമുണ്ട്, അത് പ്രശ്നം വരും. അല്ലെങ്കിൽ അതുകൊണ്ട് ലോത്തിന്റെ തലമുറ പോലും നശിച്ചുപോയി. അല്ലെങ്കിൽ ആ സ്വത്രം മോഹബീരും അമ്മോന്യരും, അല്ലെങ്കിൽ ആ സ്വത്രം അല്ലെങ്കിൽ ഒരു ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ 2 തലമുറകളുണ്ടായി. അല്ലെങ്കിൽ ആ സ്വത്രം അവരെ ശപിക്കപ്പെട്ട തലമുറയായി മാറി. അല്ലെങ്കിൽ അവന്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോയി. കാരണം പ്രമാണം ഉപ്പൂണായി പോയി. അവൾ പുറകോട്ട് നോക്കരുതെന്ന് പറഞ്ഞാൽ അവൾ പുറകോട്ട് നോക്കി. പിന്നെ നമ്മളെ മനുഷ്യരെ നോക്കരുത്, തോറ്റവരെ നോക്കരുത്. അല്ലെങ്കിൽ ആ സ്വത്രം നമ്മൾ ജയിച്ചവരെ നോക്കണം. അല്ലെങ്കിൽ അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആകെ സാക്ഷികളും ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. അപ്പൊ ഈ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം, ജയിച്ചവരുടെ ഒരു കൂട്ടമുണ്ട്. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ ജയിച്ചവരുടെ ഒരു കൂട്ടത്തെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയ സാക്ഷികളുണ്ട് നമ്മുടെ ചുറ്റും. അവരെ നോക്കണം. എന്നിട്ട് നമ്മുടെ ഭാരം ഭാവിടണം. തന്നെ യേശുവിനെ നോക്കണം. വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്നതിന് യേശുവിനെ നോക്കണം. അരമാന സമുദ്രം മനുഷ്യൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം കുറവുണ്ട്, കുറവില്ലാത്ത ഒരു മനുഷ്യമില്ല. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്ന യേശു, നമുക്ക് പൂർത്തി വരുത്തുന്ന ദൈവം, നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുന്ന ദൈവം, അല്ലെങ്കിൽ സ്വന്തം വഴി കുറവ് തീർക്കുന്ന ദൈവം, അല്ലെങ്കിൽ സ്വത്രം. അതോടെ വിശ്വാസത്തിന്റെ
നായകൻ ഹല്ലേലൂയ ഈ കർത്താവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനെ യേശുവിനെ നോക്കണം. അപ്പൊ തോറ്റവരെ നോക്കരുത്, ഹല്ലേലൂയ സ്വോത്രം സ്വോത്രം, പുറകോട്ട് നോക്കരുത്, ഹല്ലേലൂയ സ്വോത്രം സ്വോത്രം, ഹല്ലേലൂയ പിന്നെന്തോ സൈഡിലോട്ട് നോക്കരുത്. ഈ സൈക്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ. ഓ അവിടെ സിനിമ, ഓ അവിടെ റിവാന പാർട്ടി, ഓ അവിടെ ഗാംബ്ലിങ്, ഓ അവിടെ ഹല്ലേലൂയ സ്വോത്രം. ഇങ്ങനെ ഈ ലോകത്തിലെ പലതും ലോകത്തിലുണ്ട്. ഹല്ലേലൂയ സ്വോത്രം. അല്ലെങ്കിൽ റിവാന മറ്റുള്ളവരുടെ സമ്പത്ത് കണ്ട്, അല്ലെങ്കിൽ അവരുടെ റിവാന ഓരോ കണ്ട് നമ്മൾ ഡിസ്ട്രാക്ഷൻ ആകരുത്, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകരുത്. അല്ലെങ്കിൽ സ്വോത്രം അവിടെ സൂക്ഷിക്കാതെ അവിടെ ഭയങ്കര അതുപോലെ പിക്നിക്ക് ഇതേമക്കൾ നമ്മുടെ ഹൃദയം ഒന്ന് ഏകാഗ്രമാകണം. നമ്മൾ യേശുവെ ഫോക്കസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അവർ അതിനെ തലം കുത്തി മറിഞ്ഞാലും നമുക്കൊരു വിഷയമല്ല. കാരണം നമ്മളെ ദൈവം ഇവാന ഒരു ഏകാഗ്ര ഹൃദയം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ദൈവത്തെ യേശുവിനെ നോക്കണം. വിശ്വാസത്തിന് നായകനെ പൂർത്തി വരുത്തുന്നതിനെ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന ആ സന്തോഷം ഓർത്ത് അവൻ അപമാന ലക്ഷ്യമാക്കി ക്രൂശിന. പിന്നെന്തോ നമ്മളെ വീഴിക്കുന്ന എന്താണ്? കഷ്ടത. ഈ എൻ്റെ ജീവിതം മുഴുവൻ കഷ്ടതയാണ്. അല്ലെങ്കിൽ അസ്വസ്ഥത്തിന് ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ നിവാരണസമുദ്രം അങ്ങനെ ചിന്തിക്കുന്നവരെ യേശുവിനെ ഓർക്കണമെന്ന്. അല്ലെങ്കിൽ നിന്ന് കഷ്ടത, ഉപദ്രവോ, അല്ലെങ്കിൽ അസ്വസ്ഥ, അപമാനമോ എല്ലാം വരുമ്പം നമ്മൾ നോക്കേണ്ട യേശുവിനെയാണ്. കാരണം നിവാരണസമുദ്രം തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുവാതിരിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ എനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള ഒരു വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ജീവിതം മുഴുവൻ നമുക്ക് കഷ്ടതയാണ്. കർത്താവ് പറഞ്ഞ ലോകത്തിന് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ. നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാണ് തികഞ്ഞവനാക്കിയത്. നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്. വിശ്വാസത്തിന് വേണ്ടി ക്രിസ്ത്യാനിയായിട്ട് നീ കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത്. ദൈവമക്കളെ ഇവിടെ നമ്മൾ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. ദൈവമക്കളെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചാൽ അതാ പറഞ്ഞ് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നെങ്കിൽ എന്റെ ഉള്ളത്തിന് ഒരു പ്രസാദമില്ല. അപ്പൊ ഈ ഓടി നമ്മൾ തികയ്ക്കണം. കുറെ ഓടിയിട്ട് നിന്ന് പോകരുത്. അല്ലെങ്കിൽ സ്വന്തം കുറെ ഓടിയിട്ട് നമ്മൾ ലോകത്തിലോട്ട് ഇറങ്ങിപ്പോകരുത്. യൂദാസ് ലോകത്തിലോട്ട് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ശൗല് ലോകത്തിലോട്ട് ഇറങ്ങിപ്പോയി. റമാന സ്വന്തം ഹാല് കയ്യൻ അനുസരണക്കേട് കാണിച്ചു. അല്ലെങ്കിൽ സ്വന്തം സ്വന്തം ഇഷ്ടം ദൈവത്തെ അനുസരിച്ചില്ല. ഇങ്ങനെ ഓടി തുടങ്ങിയിട്ട് അല്ലെങ്കിൽ വഴിക്ക് വെച്ച് പട്ടുപോയ ഒത്തിരി പേരുണ്ട്. അല്ലെങ്കിൽ സ്വന്തം അപ്പൊ കർത്താവ് യൂദാലേഖനത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്വന്തം നമ്മൾ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച്. യൂദായുടെ ലേഖനം 24 പറയുന്നു, വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് എന്റെ മഹിമാ സന്നിധി കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. അല്ലെങ്കിൽ അവന് നമ്മുടെ കർത്താവായ ക്രിസ്തുയേശു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവ്വകാലത്തിന് മുമ്പേ ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാട്ടെ. അപ്പോഴേ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ അതിന്റെ 20-ാം വാക്യത്തിൽ പറയും, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങൾ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തെ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോഴും നമ്മുടെ അതിവിശുദ്ധ വിശ്വാസം നമ്മൾ വിട്ടുകളയരുത്. നമ്മുടെ വിശ്വാസം ത്യജിക്കരുത്. നമ്മുടെ വിശ്വാസം ത്യാഗികളായി മാറരുത്. നമ്മൾ ഈ ദൈവസന്നിധി അങ്ങ് വരെ ചെല്ലണം. അല്ലെങ്കിൽ ആ യൂദായുടെ ലേഖനം തന്നെ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും അവിടെ നിന്നുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അല്ലെ ഭൂമിയിലുള്ളവര് അല്ലെ ലോകത്തിലുള്ളവര് യേശുവിനെ അറിയണം. അല്ലെങ്കിൽ പക്ഷേ അറിഞ്ഞവരൊന്നും നിൽക്കണ്ടേ, അറിഞ്ഞവര് നിൽക്കണം. അതിനായിട്ട് യൂദായുടെ ലേഖനം. യൂദ പൊതുവെയുള്ള രക്ഷയെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയത്. അന്നേരം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഒരിക്കൽ സകലം അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അവര് ദിവസത്തിൽ വന്നത് അവരെ നശിച്ചുപോയി. അല്ലെങ്കിൽ അസ്തോത്രം തങ്ങളെ വാഴ്ച കാത്തുകൊള്ളാത്ത സ്വന്തം വാസന വിട്ടു ദൂതന്മാരെ മഹാദിവസത്തിന് വിധിക്കാൻ എന്നേക്കുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തേക്ക് സൂക്ഷിച്ചിരിക്കുന്നു. ദൂതന്മാർക്ക് നല്ല പൊസിഷൻ കിട്ടിയതാ. നല്ല പ്രതിവാരം ദൈവമക്കളെ ഒരു വ്യക്തിക്കും കിട്ടാത്ത പൊസിഷൻ അവർക്ക് കിട്ടിയത്. സ്വർഗോന്നതങ്ങളിൽ കർത്താവിന്റെ മുഖം കണ്ട് ആരാധിച്ചുകൊണ്ടിരുന്ന ദൂതന്മാരുടെ അകത്ത് നിളം കയറിയപ്പോ ഇല്ല. അപ്പോഴും അതുപോലെ സോദോമും ഗൊമോറയും അല്ലെങ്കിൽ അവിടെ അന്യം ജഡം മോഹിച്ചടന്നതിനെ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അങ്ങനെ തന്നെ ഇവര് സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. അപ്പോഴേ ദൈവമക്കളെ നമ്മൾ ഇറങ്ങിയവരാണ്. അല്ലെങ്കിൽ പക്ഷെ ഇറങ്ങിയവര് അങ്ങ് വരെ നിൽക്കണം. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും പ്രാപിപ്പാൻ തക്കോണം ഓടുവിൻ. അപ്പൊ നമ്മുടെ ഓട്ടം കണ്ടാൽ അറിയാം എന്തിനാ ഓടുന്നതെന്ന്. അല്ലെങ്കിൽ ഈ ഓട്ടക്കളത്തിൽ ഓടുന്ന ചിലര് മനസ്സിലാ ഓടും. അല്ലെങ്കിൽ അവർ സമ്മാനമൊന്നും മേടിക്കത്തില്ല. ചില സ്കൂളിൽ വിട്ടാൽ ചില പിള്ളേർ മനസ്സിലെ പോകും. അവർക്ക് ഇവരെ അവർ ജയിക്കത്തില്ല. അല്ലെങ്കിൽ എന്നാൽ ഒരു അകത്തുനിന്ന് ഒരു കത്തൽ വേണം. കുറെ ഓടിക്കഴിയുമ്പോൾ നമ്മുടെ കഴിവിൽ മാത്രമാണ് ആശ്രയിക്കുന്നെങ്കിൽ
ഈ കഴിവെല്ലാം തീർന്നു പോകും. അതിനാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടിയത്. അല്ലെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടേതായിട്ടുള്ള എനർജിയും കഴിവും കുറെ പേര് അല്ലെങ്കിൽ വിശ്വാസത്തോട്ട് വരുമ്പോൾ എല്ലാവരും വരെ അല്ലെങ്കിൽ ആ സ്വത്രം പുകഴ്ത്തും അയ്യോ ഈ കൊച്ചു എന്ന് സാക്ഷ്യം പറഞ്ഞു അല്ലെങ്കിൽ. പക്ഷെ കുറെ കഴിയുമ്പോൾ ആരും പിന്നെ കാണത്തില്ല. കഷ്ടതയുടെ അല്ലെങ്കിൽ പ്രയാസത്തിന്റെ നിന്നയുടെ അവസരം വരുമ്പോൾ പിന്നെ ആരും കാണത്തില്ല. അപ്പൊ ഇവർ പുറകോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവര് വാനസന്ദ്ര വന്ന പോലെ പുറകോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. അല്ലെങ്കിൽ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ ഈ കഴിവെല്ലാം തീർന്നു പോകും. ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. കാരണം അല്ലെങ്കിൽ സ്വത്രം അവന്റെ മാനുഷികമായ സ്റ്റോറേജ് എല്ലാം തീരും. അല്ലെങ്കിൽ മനുഷ്യന്റെ വാക്കുകളും മനുഷ്യന്റെ എൻകറേജ്മെന്റ് മനുഷ്യന് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നമ്മളെ സഹായിക്കാൻ എടുത്ത അവസ്ഥ വരുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റോറേജ് വേണം. നമ്മുടെ അകത്ത് വിശ്വാസത്തിന്റെ, ദൈവവചനത്തിന്റെ, പ്രാർത്ഥനയുടെ, ഉപവാസത്തിന്റെ, ആരാധനയുടെ അല്ലെങ്കിൽ ആ സ്വത്രം അതെല്ലാം കൂടെ വന്ന് ദൈവശബ്ദത്തിന്റെ അതെല്ലാം കൂടെ നമ്മളെ മുന്നോട്ട് ഓടിക്കും. അല്ല കാരണം നമ്മുടെ ദിവാനസമുദ്രം സ്വന്തം കഴിവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ, സ്വന്തമായിട്ടുള്ള മനുഷ്യനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, അല്ലെ പ്രഭുക്കന്മാരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതെല്ലാം ഒരു സമയത്ത് തീർന്നു പോകും. ഈ ലോകത്തിന്റെ എല്ലാം തീർന്നു പോകും. കർത്താവ് എന്താ പറഞ്ഞ, ഈ വെള്ളം കുടിക്കുന്നവനെ വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നതിന് ഒരു നാളും ദാഹിക്കില്ല, അവൻ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായിരിക്കും. ദൈവമക്കളെ, നമ്മുടെ അകത്തൊരു പരിശുദ്ധാത്മാവിന്റെ ഉറവ വെച്ചിട്ടുണ്ട്. ഈ ഉറവയാണ് നമ്മളെ മുന്നോട്ട് ഓടിക്കുന്നത്. ഈ ഉറവയാണ് നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സകല ഭാരം മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മൾ കർത്താവിനെ നോക്കി നമുക്ക് മുന്നോട്ടോടാൻ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനാണ് സ്തോത്രം ചെയ്യുന്നത്. അപ്പ ഞങ്ങളെല്ലാം ഒരു കാലത്ത് ഇറങ്ങിയവരാണ് കർത്താവ്. ഞങ്ങൾ ആരും വഴി പട്ടുവാൻ ഇടയാകരുത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നതെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാവുന്നു. കർത്താവ് ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് വരെ ഓടുവാൻ ഞങ്ങളെ സഹായിക്കണം. ലൈലാക്കി എല്ലാ മക്കളെയും സഹായിക്കണം. പ്രാർത്ഥന സ്തോത്രം യേശു നാമത്തിൽ തന്നെ. ആമേൻ.